കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ യാത്ര ആതിരപ്പള്ളി വാഴച്ചാൽ വഴി വാൽപ്പാറയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന സ്പോട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാട്ടോ. എല്ലാവരും മറക്കാതെ പോയി ആ വീഡിയോ കാണണേ. അതിനുശേഷം ഞങ്ങൾ പോയത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേനൽക്കാലം ആണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിക്ക് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇതാണ് വാട്ടർഫാൾസിൻ്റെ ഇപ്പോഴത്തെ കാഴ്ച. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ബ്ലൂ മിസ്റ്റ് എന്ന റിസോർട്ടാണ് ഇത്. റിസോർട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വ്യൂ ആണിത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ കിട്ടുന്നത്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടെ കണ്ട വേഴാമ്പലുകളും കുഞ്ഞിക്കിളികളും ഒക്കെയാണ്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ മുന്നിൽ വന്ന അതിഥിയാണ്. രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവനെയാണ് കേട്ടോ കണ്ടത്. ഇനി ഞങ്ങൾ പോകുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസ് കാണാനാണേ. അതിനു മുന്നേ നമുക്ക് ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാർപ്പ വാട്ടർഫാൾസ് കാണാവേ. നല്ല വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളമില്ല കേട്ടോ. മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിലെ വെള്ളം റോഡിലേക്ക് വരെ എത്താറുണ്ടെന്നാണ് പറയുന്നത്. ഈ ബ്രിഡ്ജിന് ചാർപ്പ പാലം എന്നാണ് വിളിക്കുന്നത്. വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാകാം അധികം ആരും ഇവിടെ ഇറങ്ങി ഞങ്ങൾ കണ്ടില്ലേ. ഈ പാലം പണി കഴിപ്പിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. മഴക്കാലത്തുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പിക്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാവേ. ഇത് പാലത്തിൻ്റെ താഴെയുള്ള ഭാഗമാണേ. വെള്ളമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ പോകുന്നത് വാഴച്ചാൽ വാട്ടർഫാൾസ് കാണാനാണേ. പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടായിരുന്നു. അതായത് നിങ്ങൾ ഒരു ദിവസമാണ് ആതിരപ്പള്ളിയും വാഴച്ചാലും വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആതിരപ്പള്ളിയിൽ എടുക്കുന്ന പാസ് മതി കേട്ടോ വാഴച്ചാലും കാണിക്കാൻ. അല്ലാണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പാസ് എടുക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. പിന്നെ ഇവിടെ ഈ ഇറങ്ങുന്നിടത്തേക്ക് ഈ സൈഡിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടേ. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഇരുന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് അവരിവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടേ. രാവിലെ ആണെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അധികം തിരക്കില്ല എങ്കിലും ചെറിയ രീതിക്ക് തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. നമുക്കിനി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയാണ്. ശരിക്കും വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേനും വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ കുറയും. പക്ഷെ ഇവിടെ അത്രയ്ക്കങ്ങ് കുറഞ്ഞെന്ന് ഞങ്ങൾ കണ്ടില്ല കേട്ടോ. നല്ല ഭംഗിക്കാണ് അത് ഒഴുകുന്നത്. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം ഇങ്ങനെ പാറയിൽ തട്ടി ഇങ്ങനെ ചിന്നിത്തെറിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. എങ്കിലും ഇതും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നേ. ഇനിയാണ് കേട്ടോ ശരിക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അതെ, എല്ലാവരുടെയും ട്രെൻഡിങ് ഡെസ്റ്റിനേഷനായ 7th ഹെവൻ എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്ക്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും എൻട്രി പാസ് എടുത്തിട്ട് വേണം കേട്ടോ കാട് കയറി തുടങ്ങാൻ. നമ്മൾ ആദ്യം കാണുന്നൊരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഇവിടെ സ്ഥിരം ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ട് കേട്ടോ. ഈ കാണുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അവരുടെ ക്വാർട്ടേഴ്സ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇനി നമുക്ക് കാടിനുള്ളിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെടുത്ത് എൻട്രി പാസ് കാണിക്കേണ്ടത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലാണേ. നമ്മളിപ്പോൾ ശരിക്കും പോകുന്നത് ഷോളയാർ റിസർവ്ഡ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് കേട്ടോ. ഇത് വരുന്നത് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണേ. വേനൽക്കാലം ആണെങ്കിലും ഈ കാടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം ചൂടിൻ്റെ തീവ്രത നമ്മൾ അറിയില്ല കേട്ടോ. വാഴച്ചാലും ആതിരപ്പള്ളിയിലൊക്കെ നിന്നപ്പോഴത്തേനും നല്ല ചൂടുണ്ടായിരുന്നേ. കാടിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ആ ചൂടിൻ്റെ കാഠിന്യം അങ്ങ് കുറഞ്ഞു കിട്ടി. ചെറിയ രീതിക്ക് തണുപ്പൊക്കെ വന്നു തുടങ്ങിയേ. ഈ കാടിനുള്ളിൽ ഒത്തിരി ഗ്രാമങ്ങളുണ്ടേ. അവരുടെ പശുക്കളൊക്കെ അവിടെ നിന്ന് മേയുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ വാൽപ്പാറയിലോട്ട് വരുന്നവർ നിർബന്ധമായിട്ട് ഈ പാസ് എടുക്കണം കേട്ടോ. ഇ പാസ് എന്ന സൈറ്റിൽ നിന്നാണ് ഈ പാസ് എടുക്കാനായിട്ട്. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലോട്ട് വരുന്നവരാണെങ്കിൽ ആനമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലാണ് ഈ പാസ് കാണിക്കേണ്ടത്. ആതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിലോട്ട് പോകുന്നവരാണെങ്കിൽ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലാണ് ഇത് കാണിക്കാൻ. ഈ വെക്കേഷൻ ടൈമിൽ ഊട്ടിയുടെയും മൂന്നാറിൻ്റെയൊക്കെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ലൊരു വ്യത്യസ്തമായൊരു കാടിൻ്റെ അനുഭവം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്കുള്ള ഈ കാനനയാത്ര നല്ലൊരു ഓപ്ഷനായിരിക്കും കേട്ടോ.
വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. വാൾപ്പാറയിലോട്ട് പോകുന്നവരാണെങ്കിൽ രാവിലെ 6 മണിക്ക് കയറുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അപ്പോൾ കയറുവാണെങ്കിൽ നമുക്ക് ആനേനെയും കാട്ടീനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൂടെ 2 കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കത് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നപ്പോഴത്തേനും ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ ആനേനെയും കാട്ടീനെയും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ കാടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഇതിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് നിരാശ തോന്നിയില്ല കേട്ടോ. ഇതും നല്ലൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഈ കാനനപ്പാതയിൽ ഞങ്ങൾ ഒത്തിരി കരിങ്കുരങ്ങുകളെയും മലയണ്ണാനെയൊക്കെ കണ്ടായിരുന്നേ. അവരുടെയൊക്കെ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യം കണ്ട കരിങ്കുരങ്ങ്. ഞങ്ങളെ തന്നെ നോക്കിയിരിപ്പായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ശരിക്കും ഇവയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യണമെങ്കിൽ ഇതുവഴി പോകുമ്പോൾ പതിയെ പോകണം കേട്ടോ. എങ്കിൽ മാത്രമേ മരത്തിനിടയിലൊക്കെ ഇരിക്കുന്ന ഇവയെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനം കുരങ്ങാണ് ഇത്. ഇത് പ്രധാനമായും നീലഗിരി കുരങ്ങെന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് ഞങ്ങൾ കണ്ട ആളാണ് ഈ ഇരിക്കുന്നത്. അതെ, അണ്ണാൻ്റെ വർഗത്തിൽ ഏറ്റവും വലിപ്പവും സൗന്ദര്യവുമുള്ള ജീവിയാണ് കേട്ടോ ഈ ഇരിക്കുന്ന മലയണ്ണാൻ. ഇതിനെ സ്പോട്ട് ചെയ്യാനും ഭയങ്കര പാടാണ് കേട്ടോ. കാരണം മരങ്ങൾക്കിടയിൽ ഇതങ്ങ് പതുങ്ങിയിരിക്കും. നമ്മളെങ്ങാനും നോക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് ചാടി പോവുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് വൈകിയാണ് ഈ കാടിനുള്ളിലേക്ക് കയറിയതെന്ന്. അതുകൊണ്ട് തന്നെ ആനകളെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. 10 മണിയൊക്കെ കഴിയുമ്പോൾ വണ്ടികളുടെയൊക്കെ ഹോണടി ശബ്ദം കേട്ടിട്ട് ഈ വന്യമൃഗങ്ങളൊന്നും റോഡിലേക്ക് ഇറങ്ങില്ല. ഈ പോകുന്ന വഴിക്ക് ഒത്തിരി കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നേ. പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരിടത്തും വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മഴക്കാലമൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. ഈ കാണുന്നത് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിൻ്റെ വാൾവ് ഹൗസും അതിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പും ആണേ. പ്രതിവർഷം 233 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ മലക്കപ്പാറയ്ക്ക് സമീപമായിട്ടാണ് ഇതിൻ്റെ പവർ ഹൗസ് വരുന്നത്. ഞങ്ങൾ പോയതൊരു ഹോളിഡേ ആയിരുന്നേ. എന്നാൽ പോലും വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ റൂട്ടിൽ. വിരലിൽ എണ്ണാവുന്ന വണ്ടികൾ മാത്രമേ ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നേ ഇത്. കാണുന്നത് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ ആണേ. വേനലായതുകൊണ്ട് വെള്ളം കുറവാണേ. എന്നാൽ കൂടിയും നമ്മൾ രാവിലെയൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ അതിൻ്റെ തീരത്ത് വന്യമൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, എലിഫൻറ്റ് ക്രോസിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമാത്രമല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ആനപ്പിണ്ടമൊക്കെ കണ്ടായിരുന്നു. ഒന്നുകിൽ ഇന്നലെയോ അല്ലെങ്കിൽ കുറച്ച് നേരം മുന്നെയൊക്കെ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. ഈ റൂട്ടിൽ KSRTC സർവീസൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയപ്പോഴത്തേനും ഒരു KSRTC ബസ് ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ ഇറങ്ങി വനത്തിനുള്ളിലേക്ക് കയറി പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നേ. ഇതേ ഇരിക്കുന്നു അടുത്ത മലയണ്ണാൻ. ആള് എന്തോ തിരക്ക് പിടിച്ച പണിയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ നിന്നതിൽ നിന്നും കുറച്ച് മാറിയാണ് ഞങ്ങളിതിനെ സ്പോട്ട് ചെയ്തത്. അതായത് റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു മരത്തിലാണ് കേട്ടോ ഞങ്ങളിതിനെ കണ്ടേ. ഇതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഈ 2 റൂട്ട് എടുത്താലും നമുക്ക് വാൽപ്പാറ പോകാൻ പറ്റുമേ. മുകളിൽ കൂടെ കിടക്കുന്ന റോഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ പോകാൻ പറ്റും കേട്ടോ. പക്ഷേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൂറിസ്റ്റേഴ്സിനൊന്നും അതുവഴി എൻട്രി ഇല്ല എന്നാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ താഴെ കൂടെ പോവുകയാണേ. ഷോളയാർ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ യാത്ര. ഇതാണ് അപ്പർ ഷോളയാർ ഡാം. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട്. കേരളം തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഈ അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ പോയ ടൈമിൽ ഷട്ടറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ ഈ അണക്കെട്ട്. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഇത്.
കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാനായിട്ട് മാനിൻ്റെയും കാട്ടിയുടെയൊക്കെ സ്റ്റേജ് അവരിവിടെ നിർമ്മിച്ചിട്ടുണ്ടേ. ഈ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല കുറവാണേ. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ കാണുന്ന തിട്ട വരെയൊക്കെ വെള്ളം കയറും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുവേ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ റിസർവോയറിന് എന്തുമാത്രം ആഴം ഉണ്ടാകുമെന്ന്. ഇനി കുറച്ചു ദൂരം ഈ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെയാണ് യാത്ര. ഒരു സൈഡ് റിസർവോയറും മറു സൈഡിൽ കുന്നും. ശരിക്കും നല്ലൊരു യാത്രയാണ് ഇത്. പക്ഷേ വെള്ളമൊക്കെ ഉള്ള ടൈമാണെങ്കിൽ അത് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിരിക്കും. ഞാൻ ഈ കുന്നെന്ന് പറഞ്ഞത് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഒരു സൈഡ് ഫുൾ തേയിലത്തോട്ടങ്ങളാണേ. നമുക്കത് ഇവിടെ നിന്ന് റിസർവോയറിൻ്റെ അപ്പുറത്തും തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ഗ്രാമമാണേ. എനിക്ക് ഈ ഗ്രാമം ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം പല വർണ്ണങ്ങളിലുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ വീടുകളും ഷീറ്റിട്ട വീടുകളാണ്. ഈ വീടുകളുടെയൊക്കെ മറുവശത്ത് ഈ റിസർവോയറാണ് കേട്ടോ ഒഴുകുന്നത്. ഇത് ഞാൻ റിസർവോയറിൻ്റെ ഒരറ്റത്ത് കണ്ട ഒരു നീരുറവയാണേ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ. അതാണ് സൂം ചെയ്ത് ഞാനിവിടെ ആഡ് ചെയ്തത്. നിങ്ങളവിടെ കണ്ട ചെന്തലയൻ വേലിത്തത്ത എന്ന പക്ഷിയാണേ. കാടുകളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഇനം പക്ഷിയാണ് കേട്ടോ ഇത്. വാലിൽ കമ്പിത്തൂവലില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണേ. വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. രണ്ട് സൈഡും ഇനി തേയിലത്തോട്ടങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ അവിടെ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടേ. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടേക്കണേ. ആ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പ്ലെയിനായിട്ട് കാണുന്നയിടം അരുവിയാണേ. ഇപ്പോൾ വേനലായതുകൊണ്ട് അവിടെ വെള്ളമില്ല കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ അവിടെ വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴി കണ്ട ഗ്രാമങ്ങളാണ് കേട്ടോ. എല്ലാ വീടുകളും ഒരേപോലെ ആയിരുന്നേ. ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അവരോട് അസൂയ തോന്നി. വേറൊന്നുമല്ല, അവരുടെ ഒരു വശത്ത് ഫുൾ തേയിലത്തോട്ടങ്ങളും മറുവശത്ത് അരുവിയും. പക്ഷേ ജീവിക്കുന്നവരുടെ അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം ഒരു ഹോസ്പിറ്റൽ എമർജൻസി എങ്ങാനും വന്നാൽ കിലോമീറ്ററുകളോളം അവർക്ക് സഞ്ചരിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ നാട്ടിൽ മുക്കിൽ ഹോസ്പിറ്റലുകളും മറ്റു കടകളും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലേ. ഇവിടെ എത്തുന്നത് വരെ എൻ്റെ വിചാരം മൂന്നാർ മാത്രമേ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാകൂ എന്നാണേ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേനും എനിക്കതങ്ങ് മാറിക്കിട്ടി. വേറൊന്നുമില്ല, എവിടെ നോക്കിയാലും ഞാൻ തേയിലത്തോട്ടങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വ്ളോഗേഴ്സാണ് കേട്ടോ ഈ നാടിനെ ഇത്ര പ്രസിദ്ധമാക്കിയത്. ഇവർ ഇതിനു വേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ ഊട്ടിയും മൂന്നാറും കൊടൈക്കനാലും മാത്രം കണ്ടുകൊണ്ടിരുന്നേനെ. എന്നും പറഞ്ഞ് മൂന്നാറും ഊട്ടിയൊന്നും മോശം സ്ഥലമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വാൽപ്പാറ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അവർക്ക്.
കണ്ട ഓരോ കാഴ്ചയും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരുന്നു കേട്ടോ. ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഇവിടെ പുലീനെയും കടുവേനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. വാൽപ്പാറ സ്റ്റേ ചെയ്തിട്ട് നാളെ വാൽപ്പാറയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പൊള്ളാച്ചി വഴി ട്രിവാൻഡ്രത്തേക്ക് മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. അടുത്ത വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്